ഇതാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മരട് നെട്ടൂരിലെ തറവാട്ട് വീട്. വടശ്ശേരി എന്നാണ് വീട്ടുപേര്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഈ ഒറ്റ കോമ്പൗണ്ടിലാണ് വ്യത്യസ്ത വീടുകളിലായി താമസിക്കുന്നത്. 96-ലെ തെരഞ്ഞെടുപ്പിന് പറവൂരിൽ മത്സരിക്കാൻ പോയ വി.ഡി. സതീശൻ പിന്നീട് അവിടം കേന്ദ്രമാക്കുകയായിരുന്നു. കുണ്ടുവേലിൽ ദാമോദരമേനോൻ്റെയും വടശ്ശേരി വിലാസിനിയമ്മയുടെയും 6 മക്കളിൽ 4-മനാണ് സതീശൻ. ചതയം നക്ഷത്രക്കാരൻ. 4 സഹോദരന്മാരും സഹോദരിയും. പനങ്ങാട് HSലായിരുന്നു സ്കൂൾ പഠനം. സ്കൂൾ ലീഡറുമായിരുന്നു. അഭിഭാഷകനാകാൻ ആഗ്രഹിച്ച സതീശൻ തേവര SH കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പ്. ഡിഗ്രി SHൽ BA സോഷ്യോളജി പഠനം. അക്കാലത്ത് കോളേജിലെ ഡിബേറ്റ് മത്സരങ്ങളിൽ എതിരാളിയുടെ മർമ്മത്തടിക്കുന്ന തരമായിരുന്നു സതീശൻ. ഒപ്പം പ്രസംഗത്തിലും. അവിടെ മുഴങ്ങിയ വാക്ചാതുരിയാണ് രാഷ്ട്രീയത്തിൽ ഉരുളയ്ക്കുപ്പേരിയായുള്ള മൂർച്ചേറിയ വാക്പ്രവാഹമെന്ന് പറയാം. തേവര കോളേജിൽ 5 തവണ യൂണിയൻ ഭാരവാഹിയായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറിയായും നിറഞ്ഞു നിന്നു. തേവരയിൽ നിന്ന് രാജഗിരി കോളേജിലെത്തിയപ്പോൾ യൂണിയൻ കൗൺസിലർ. അവിടെ നിന്നാണ് MG സർവകലാശാല യൂണിയൻ ചെയർമാനായത്. അവിടെയും പിഴവില്ലാത്ത സംഘാടനത്തിന്റെ തലപ്പാവണിഞ്ഞു സതീശൻ. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമപഠനം കഴിഞ്ഞ് MVS നമ്പൂതിരിപ്പാടിനൊപ്പം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ NSU സെക്രട്ടറിയായി. ഡൽഹിയിലേക്ക് തട്ടകം മാറ്റാനുള്ള ആലോചനകൾക്കിടെയാണ് 96-ൽ പറവൂരിൽ കന്നിയംഗത്തൊരു കുറി വീഴുന്നത്. 32-ാം വയസ്സിൽ. അന്ന് പറവൂരിലെ പ്രതാപിയായിരുന്ന P. രാജുവിനോട് തോറ്റെങ്കിലും പറവൂർ വിട്ട് തിരിച്ചു പോന്നില്ല സതീശൻ എന്ന യുവ പോരാളി. ആ തോൽവിയിൽ നിന്നാണ് പിന്നീടുള്ള വിജയങ്ങളുടെ തുടക്കം. പറവൂരിന്റെ ചൊരിമണലിൽ ചവിട്ടി നിന്ന് 2001-ൽ ഇതേ ഇടതുകോട്ടയിൽ P. രാജു എന്ന കന്നിയംഗത്തിലെ എതിരാളിയെ തന്നെ മുട്ടുകുത്തിച്ചു. പിന്നെ പറവൂർ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാകുന്നത് വരെയുള്ളത് തോൽക്കാത്ത ചരിത്രം. വായനയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന സതീശൻ. നെട്ടൂരിലെ തറവാട്ട് വീട്ടിൽ സഹോദരങ്ങൾക്കൊപ്പം ഇടയ്ക്കിടെ ഒത്തുചേരാനെത്തുന്ന അവരുടെ പ്രിയപ്പെട്ട സതു എന്ന സഹോദരൻ. ഇടതിൻ്റെ സ്വന്തമായിരുന്ന പറവൂരിനെ വലത്തോട്ട് പിടിച്ചു കിട്ടിയ സതീശൻ. പഴയ കോളേജ് യൂണിയൻ ഭാരവാഹിയുടെ സംഘാടന മികവും വാക്ചാതുരിയും ഇനി കേരള രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും തലക്കുറി വരയ്ക്കും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.